പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അവരുടെ അടുത്ത് വഴക്കുണ്ടാക്കുന്നില്ല, ഒച്ച ഉണ്ടാക്കുന്നില്ല. ചില ആൾക്കാർ എന്നോട് പറഞ്ഞു അപ്സര നല്ല പ്ലെയർ ആണെന്ന്. ആ ആൾക്കാർ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനോട് പറഞ്ഞു അപ്സര നല്ല പ്ലെയർ അല്ല, അപ്സരയുടെ കാണാനില്ലെന്ന്. ഞാൻ ഇതുവരെ അവർക്ക് ആർക്കും മറുപടി കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ എന്താണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, ഇവർക്ക് ആർക്കും എന്നെ അറിയില്ല. ഇവരെല്ലാവരും സജസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് എനിക്ക് ഇതിൽ മത്സരിക്കാൻ പറ്റിയത്. ഞാൻ ഡ്രസ്സ് മാറാൻ റൂമിൽ കയറിയ സമയത്തും ലാലേട്ടൻ ചോദിക്കുന്നുണ്ടായിരുന്നു ഇവിടെ ആരായിരിക്കും വരാൻ ചാൻസ് എന്ന്. ഒരാൾ പോലും എൻ്റെ പേര് പറഞ്ഞില്ല, വരാൻ ചാൻസ് ഉണ്ടെന്ന് പോലും പറഞ്ഞില്ല. ഞാനത് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ ആർക്കും മറുപടി ഒന്നും കൊടുത്തില്ല. പിന്നെ ഒരു കണ്ടസ്റ്റന്റ് മാത്രം ഇപ്പൊ തേഞ്ഞൊട്ടിയില്ലേ, അപ്പോഴേ പറഞ്ഞതല്ലേ മത്സരിക്കാൻ നിൽക്കണ്ടാന്ന്. അപ്പൊ ആൾക്ക് ഓൾറെഡി ഉറപ്പായിരുന്നു ഞാൻ ഫിസിക്കലി ഫിറ്റ് അല്ല, ഞാൻ എന്തായാലും ഇവർ രണ്ടുപേരും കൂടെ മത്സരിച്ചാൽ വരില്ല എന്ന്. ആൾക്ക് എന്നെ കുറിച്ച് അറിയില്ല. ഞാൻ എൻ്റെ 7th സ്റ്റാൻഡേർഡ് മുതൽ +2 വരെ NCC എന്ന് പറഞ്ഞ സ്ഥലത്തിലുണ്ടായിരുന്നു. ഞാൻ NCC-യിൽ സർജന്റ് ആയിരുന്നു. ഞാൻ നാഷണൽ NIC ക്യാമ്പിനൊക്കെ പങ്കെടുത്തൊരു സ്റ്റുഡൻ്റ് ആയിരുന്നു. എൻ്റെ അച്ഛൻ പോലീസ് ഓഫീസറായിരുന്നു. എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു ആർമി ഓഫീസർ ആകണമെന്നാണ്. പക്ഷേ എന്നിലെ കലാകാരി ഉണ്ടെന്ന് എൻ്റെ അധ്യാപകർ തന്നെയാണ് കണ്ടുപിടിച്ചത്. അതിനുശേഷം എനിക്ക് ഏറ്റവും നന്നായി പെർഫോം ചെയ്യാൻ പറ്റുന്ന മേഖല ഇതായതുകൊണ്ട് എനിക്ക് എവിടെ പോയാലും അവിടെ എന്നാൽ കഴിയുന്ന വിധം ഏറ്റവും നന്നായി പെർഫോം ചെയ്യാനേ നോക്കൂ. ഞാൻ വിന്നർ ആവണമെന്നൊന്നും ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. അത് ഇവർക്ക് പലർക്കും മനസ്സിലായിട്ടുണ്ട്. ഞാൻ ഒരിക്കലും ഉഴപ്പുന്ന ഒരാളല്ല. ഇവിടെ അങ്ങനെ തന്നെയാണ്. എന്നെ ആരും കളിയാക്കിയതുകൊണ്ട് അതിലെനിക്ക് ഗ്രജ് കയറി ഞാൻ കയറി ചെയ്തതൊന്നുമല്ല. എനിക്ക് നന്നായി പെർഫോം ചെയ്യണമെന്ന് തോന്നി. ഞാൻ ഇതിനു മുമ്പ് വന്ന ടാസ്കിൽ പോലും എനിക്കൂടെ പറ്റുന്ന രീതിയിൽ ഞാൻ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതും അങ്ങനെ തന്നെയായിരുന്നു.